ലുഡോ കളിച്ച് ജയിച്ച നാടേ എടാ ഇതിൽ തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കില്ല. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രദർശനാനുമതി നിഷേധിച്ചു. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ CBFC നിരസിക്കുകയായിരുന്നു. റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിച്ചു. U അല്ലെങ്കിൽ UA കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര വയലൻസ് സിനിമയിൽ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ചിത്രത്തിന് A സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയത്. കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം. സംസ്ഥാനത്ത് കൂടി വരുന്ന ക്രൈമുകൾക്ക് സിനിമകളുമായി ബന്ധമുണ്ടെന്ന വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നീക്കം. ഇത്തരം ചർച്ചകളിൽ എടുത്തു പറയുന്ന ചിത്രങ്ങളിലൊന്നാണ് മാർക്കോ. ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സമയത്തും വയലൻസ് രംഗങ്ങളെ വിമർശിച്ചവരുണ്ടായിരുന്നു. ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യം കൊടുത്തുകൊണ്ടാണ് ചിത്രം എത്തിയത്. മാർക്കോ 18+ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ്. കുട്ടികൾക്ക് ചിത്രം കാണാൻ അനുമതി. സത്യത്തിൽ ആർക്കാ പ്രശ്നം? അതായത് പടം തിയേറ്ററിൽ ഇറക്കുന്ന എന്താ പറയുക, ലൈക്ക് ഡയറക്ടേഴ്സിനാണോ പ്രശ്നം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ എഴുതിയ ആൾക്കാരാണോ പ്രശ്നം, അല്ലെങ്കിൽ ഇത് കാണുന്ന ഓഡിയൻസിനാണോ പ്രശ്നം? ശരിക്കും ആർക്കാ പ്രശ്നം? മലയാള സിനിമ മാത്രമൊന്നുമല്ല, കൊറിയൻ മൂവീസ്, A സർട്ടിഫൈഡ് ആയിട്ടുള്ള മൂവീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ അടിപൊളി സാധനങ്ങൾ കാണാം. ഇത് കൈയും കാലൊക്കെ ഇങ്ങനെ തെറിക്കുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. അല്ലാതെ ഈ മാർക്കോ മൂവി കൊണ്ടൊന്നുമല്ല ആരും ഇൻസ്പയർഡ് ആവുന്നത്. പിന്നെ ഓരോരോ തോട്ട്സാണ്. അതായത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്കത് കണ്ടാൽ എങ്ങനെയാണ്, അത് ഓരോരുത്തരുടെ മെൻ്റലി മാനസിക വൈകല്യം അതന്നെ ആ സാധനം ഓരോരുത്തർക്ക് ഉണ്ടെങ്കിൽ പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മൈൻഡിൽ ഓൾറെഡി എന്തെങ്കിലും ഡിസാസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ സാധനം റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള പ്രേരണയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു പടം അത് ആകെ ഈ ഓണത്തിനും വിഷുവിനും ഇതിനൊക്കെ വരുന്ന പടങ്ങൾ കണ്ടിരിക്കുന്ന TV മാത്രം നോക്കിയിരിക്കുന്ന കുറേ പേരുണ്ട്. അവർ ഇത് കണ്ട് ഇൻസ്പയർഡ് ആവും. അങ്ങനെയാണെങ്കിൽ ഈ TV കാണുന്ന സെയിം പിള്ളേർ ഫോണിൽ ഇതിനെക്കാട്ടും വലിയ കൊറിയൻ സീരീസ് ഇരുന്ന് കാണുന്നുണ്ടാവും. ഓക്കെ.